കേരളത്തിലെ വിശ്വാസി സമൂഹത്തെയും രാഷ്ട്രീയ ലോകത്തെയും ഒരുപോലെ ഞെട്ടിച്ച സംഭവമായിരുന്നു ശബരിമലയിലെ സ്വർണവുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ. ദേവസ്വം ബോർഡിലെ ഉന്നതരും ക്ഷേത്രത്തിലെ പ്രധാന കാർമ്മികരും പ്രതിക്കൂട്ടിലായ ഈ കേസ് അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിലും അപ്രതീക്ഷിത വഴിത്തിരിവുകളിലൂടെയാണ് കടന്നുപോയത്. ഏറ്റവും ഒടുവിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ലഭിച്ച ജാമ്യവും അതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ പ്രസ്താവനകളും ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിലുള്ള തുറന്ന പോരിലേക്ക് നയിച്ചിരിക്കുകയാണ്. സ്വർണ്ണക്കൊള്ള കേസിൽ ഗൂഢാലോചന കുറ്റം ചുമത്തിയാണ് തന്ത്രി കണ്ഠരര് രാജീവരെ വിജിലൻസ് അറസ്റ്റ് ചെയ്തത്. 41 ദിവസത്തോളം അദ്ദേഹം ജയിലിൽ കഴിഞ്ഞു. ഒരു ക്ഷേത്രതന്ത്രി ഇത്രയും ദീർഘകാലം ജയിലിൽ കഴിയുന്നത് കേരള ചരിത്രത്തിൽ തന്നെ അസാധാരണമായ സംഭവമായിരുന്നു. അന്വേഷണ സംഘം ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾ കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ജാമ്യവിധിയിലൂടെ വ്യക്തമാവുന്നത്. തന്ത്രിക്കെതിരെ നേരിട്ടുള്ള തെളിവുകളൊന്നും ഹാജരാക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചില്ലെന്ന് കോടതി നിരീക്ഷിച്ചത് സർക്കാരിന് വലിയ തിരിച്ചടിയായി. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തർക്ക വിഷയം സർക്കാർ പുലർത്തുന്ന ഇരട്ടത്താപ്പാണ്. ഇതേ കേസിൽ നേരത്തെ അറസ്റ്റിലായ ദേവസ്വം ജീവനക്കാർ ശ്രീകുമാറിന് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം നൽകിയിരുന്നു. അന്ന് തെളിവുകളുടെ അഭാവം കോടതി ചൂണ്ടിക്കാട്ടിയപ്പോൾ സർക്കാർ അതിനെ സ്വാഭാവികമായ ഒരു നിയമ നടപടിയായിട്ടാണ് കണ്ടത്. എന്നാൽ തന്ത്രിക്ക് ജാമ്യം ലഭിച്ചപ്പോൾ അത് അസാധാരണമായ വിധിയാണെന്ന് നിയമപരമായി പി രാജീവ് വിശേഷിപ്പിക്കുകയും ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിക്കുകയും ചെയ്തത് ദുരൂഹമാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. ഒരേ കോടതി ഒരേ സ്വഭാവമുള്ള കേസിൽ സമാനമായ സാഹചര്യത്തിൽ നൽകിയ രണ്ട് വിധികൾക്കെതിരെ സർക്കാർ സ്വീകരിച്ച വ്യത്യസ്തമായ നിലപാടുകൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന വിമർശനവും ശക്തമാണ്. കോടതി വിധി വന്നതിന് പിന്നാലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയ പ്രസ്താവന എരുതിയിൽ എണ്ണ ഒഴിക്കുന്നതിന് തുല്യമായി. തന്ത്രി കണ്ഠരര് രാജീവർ വെറും കള്ളനല്ല, മറിച്ച് പെരുങ്കള്ളനാണെന്ന അദ്ദേഹത്തിന്റെ പരാമർശം വിശ്വാസി സമൂഹത്തിനിടയിൽ വലിയ പ്രതിഷേധത്തിനും കാരണമായിട്ടുണ്ട്. തന്ത്രിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിലൂടെ കേസിന് രാഷ്ട്രീയമാനം നൽകാനാണ് CPM ശ്രമിക്കുന്നത്. കോടതിയിൽ തെളിവ് ഹാജരാക്കാൻ കഴിയാത്ത സർക്കാർ പുറത്ത് രാഷ്ട്രീയ പ്രസംഗങ്ങളിലൂടെ പ്രതിയെ കുറ്റക്കാരനാക്കാൻ ശ്രമിക്കുന്നത് നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണെന്ന് BJPയും കോൺഗ്രസും ഒരുപോലെ കുറ്റപ്പെടുത്തുന്നു. കേസിലെ രാഷ്ട്രീയ ബന്ധങ്ങൾ പുറത്തു വരുന്നത് ഗൗരവകരമായ സൂചനകളാണ് നൽകുന്നത്. അറസ്റ്റിലായ മറ്റൊരു പ്രതിയായി പോറ്റിയെ ദേവസ്വത്തിൽ നിയമിച്ചത് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണെന്ന MV ഗോവിന്ദന്റെ ആരോപണം കോൺഗ്രസിനെ ലക്ഷ്യം വെച്ചുള്ളതാണ്. എന്നാൽ ഈ കേസിൽ CPM നേതാവായ A പത്മകുമാറിന്റെ അറസ്റ്റിനും അദ്ദേഹത്തിനെതിരെ പാർട്ടി നടപടി എടുക്കാത്തതും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നു. മുൻ ദേവസ്വം മന്ത്രിമാരടക്കമുള്ളവരിലേക്ക് അന്വേഷണം എത്താതിരിക്കാനാണ് തന്ത്രിയെ ബലിയാടാക്കിയതെന്ന രമേശ് ചെന്നിത്തലയുടെ ആരോപണം രാഷ്ട്രീയ വൃന്ദങ്ങളിൽ ചർച്ചയാണ്. ശബരിമലയിലെ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ ശക്തമായ നിലപാടെടുത്ത വ്യക്തിയാണ് അദ്ദേഹം. ആ നിലപാടിനോടുള്ള സർക്കാരിന്റെ പകപോക്കലാണ് ഈ അറസ്റ്റ് എന്ന് തന്ത്രി കോടതിയിൽ ബോധിപ്പിച്ചിരുന്നു. കോടതി ഇത് ഗൗരവകരമായി പരിഗണിച്ചോ എന്നതും പ്രസക്തമാണ്. വിശ്വാസപരമായ വിഷയങ്ങളിൽ സർക്കാരിനെ എതിർത്തവരെ തകർക്കാൻ ഭരണകൂടം അധികാരം ദുരുപയോഗം ചെയ്യുന്നുവെന്ന പൊതുവികാരം ഒരു വിഭാഗം വിശ്വാസികൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. നിയമസഭാ സമ്മേളനം ഉടൻ ആരംഭിക്കാനിരിക്കെ ശബരിമല കേസ് സർക്കാരിനെ വലിയ രീതിയിൽ വേട്ടയാടും. 41 ദിവസം ഒരു വ്യക്തിയെ തെളിവില്ലാതെ തടങ്കലിൽ വെച്ചത് മനുഷ്യാവകാശ ലംഘനമായും രാഷ്ട്രീയ വൈരാഗ്യമായും പ്രതിപക്ഷം സഭയിൽ ഉയർത്തും. കൂടാതെ ദേവസ്വം ബോർഡിലെ അഴിമതികളും CPM നേതാക്കളുടെ പങ്കും സഭയിൽ ചർച്ചയാകുന്നത് സർക്കാരിന് വലിയ ക്ഷീണമുണ്ടാക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് കേവലം ഒരു ക്രൈം ഫയൽ അല്ല, മറിച്ച് കേരളത്തിലെ രാഷ്ട്രീയവും വിശ്വാസവും അധികാരവും ഇഴചേർന്ന് കിടക്കുന്ന വലിയൊരു പ്രതിസന്ധിയാണ്. കോടതിയുടെ നിരീക്ഷണങ്ങൾ അന്വേഷണ ഏജൻസികളുടെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യുമ്പോൾ രാഷ്ട്രീയ നേതാക്കൾ പ്രസ്താവനകൾ ജനങ്ങൾക്കിടയിൽ ധ്രുവീകരണം ഉണ്ടാക്കുന്നു. സത്യസന്ധമായ അന്വേഷണം നടക്കുകയും യഥാർത്ഥ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുകയും വേണമെന്നതാണ് സാധാരണക്കാരുടെ ആവശ്യം. എന്നാൽ കോടതി വിധികളെ രാഷ്ട്രീയമായി നേരിടാനുള്ള ശ്രമങ്ങൾ ജനാധിപത്യ സംവിധാനത്തിന് ഗുണകരമാകില്ല. തന്ത്രിയുടെ ജാമ്യത്തെ ചോദ്യം ചെയ്ത സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ കൂടുതൽ തെളിവുകൾ ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിന് കഴിയുമോ എന്നതാണ് വരും ദിവസങ്ങളിൽ കേരളം ഉറ്റുനോക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ CPM നേതാവ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ A പത്മകുമാറിനെതിരെയുള്ള ആരോപണങ്ങൾ രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. കേസിൽ പ്രതിയായ പത്മകുമാർ നിലവിൽ ജയിലിലാണെങ്കിലും അദ്ദേഹത്തിനെതിരെ പാർട്ടി തലത്തിൽ നടപടികളൊന്നും സ്വീകരിക്കാത്തത് വലിയ വിമർശനങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. പ്രധാന ആരോപണങ്ങൾ ഇവയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലയളവിൽ ശബരിമലയിലെ സ്വർണ്ണ ഉരുപ്പടികളുടെ കണക്കെടുപ്പിലും കൈമാറ്റത്തിലും വ്യാപകമായ ക്രമക്കേടുകൾ നടന്നുവെന്നും ഇതിൽ പത്മകുമാറിന് നേരിട്ട് പങ്കുണ്ടെന്നുമാണ് പ്രധാന ആരോപണം. സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവെക്കുന്നതിനും പകരം വ്യാജരേഖകൾ ചമയ്ക്കുന്നതിനും ഉന്നതതല ഗൂഢാലോചന നടന്നതായും അതിൽ പത്മകുമാറിന് അറിവുണ്ടായിരുന്നുവെന്നും അന്വേഷണ സംഘം കരുതുന്നു. തന്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കീഴ്ജീവനക്കാരെ വഴിവിട്ട ഇടപാടുകൾക്ക് പ്രേരിപ്പിച്ചുവെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. പത്മകുമാറിന്റെ അറസ്റ്റ് വൈകിപ്പിക്കാൻ സർക്കാർ തലത്തിൽ ശ്രമം നടന്നുവെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. പത്മകുമാറിന്റെ കാര്യത്തിൽ ഇനിയും വ്യക്തത വരാനുണ്ടെന്നാണ് CPM സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചത്. തന്ത്രിക്കെതിരെ പെരുങ്കള്ളൻ പ്രയോഗം നടത്തിയ ഗോവിന്ദൻ സ്വന്തം പാർട്ടി നേതാവായ പത്മകുമാറിനെ സംരക്ഷിക്കുന്നുവെന്നത് രാഷ്ട്രീയ ആയുധമായി പ്രതിപക്ഷം ഉയർത്തുന്നു. പത്മകുമാറിനെതിരെയുള്ള തെളിവുകൾ പുറത്തുവരുന്നത് തടയാൻ ചില ഉന്നത നേതാക്കൾ ശ്രമിക്കുന്നുണ്ടെന്ന രമേശ് ചെന്നിത്തലയുടെ ആരോപണം കൂടിയായപ്പോൾ കേസ് ഭരണപക്ഷത്തിന് വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ്.